കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവിന്റെ കൊലപാതകം ആസൂത്രിതം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് PV സത്യനാഥനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിയുടെ മൊഴി പുറത്തുവന്നു. അവഗണന സഹിക്കാതായപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി അഭിലാഷ് പോലീസിനോട് പറഞ്ഞു. ഗൾഫിൽ നിന്ന് വാങ്ങിയ കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. കൊലപാതകത്തിന് ശേഷം കത്തി അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അഭിലാഷ് മൊഴി നൽകി. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചതാണ് പ്രതി. ഇതിലെന്ത് കാരണം എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങളാണല്ലോ ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടിയിൽ നിന്ന് താൻ നേരിട്ട അവഗണന, അതിനുള്ള വിരോധം തീർത്തതാണ് ഈ കൊല എന്നാണോ പ്രതി പറഞ്ഞത്? രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ഉണ്ടായ വ്യക്തിവൈരാഗ്യം അതാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. താൻ പാർട്ടിയിൽ അവഗണന നേരിടുന്നു, തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് അഭിലാഷ് കടന്നത്. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതിനു പിന്നിൽ ഈ സത്യനാഥാണെന്നാണ് അഭിലാഷ് കരുതുന്നത്. അങ്ങനെയാണ് ആ ഒരു കൊലപാതകത്തിലേക്ക് താൻ എത്തിയത്. മാത്രമല്ല, തന്നെ മറ്റു പാർട്ടിക്കാർ ആക്രമിച്ച സമയത്ത് തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സത്യനാഥിൻ്റെ ഭാഗത്തും ഉണ്ടായത്. അതും അഭിലാഷിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെടുത്തുന്നതായ ഒരു വികാരമായിരുന്നു അഭിലാഷിനുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് കൃത്യമായ ഒരു ആസൂത്രണത്തോടെ കത്തി ഉൾപ്പെടെ കയ്യിൽ കരുതിക്കൊണ്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് അഭിലാഷ് വന്നത്. അമ്പലത്തിൽ സത്യനാഥ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പ്രതി അഭിലാഷ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നിലൂടെ എത്തി വായ് പൊത്തി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ ഇരുവശങ്ങളിലും കുത്തുകയായിരുന്നു. പിന്നീട് ഈ കത്തി തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. അനൂജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൃത്യമായി ഒരു ആസൂത്രണം തന്നെ ഈ ഒരു കൊലപാതകത്തിന് പിന്നിലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തിവൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അനൂജ. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിൽ കൂടി വേഗം എത്തും ഇടവേളയ്ക്ക് ശേഷം.